1983 ലണ്ടൻ നഗരത്തിലെ നോർത്ത് ലണ്ടനിലുള്ള കള്ളി ഗാർഡൻ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ താമസിക്കുന്നവർ ഏറെ നാളായി ഒരു പ്രശ്നം നേരിടുകയായിരുന്നു. ബിൽഡിങ്ങിലെ വെള്ളം ശരിയായി ഒഴുകുന്നില്ലായിരുന്നു. ഡ്രെയിനേജിൽ നിന്നും ദുർഗന്ധം വരുന്നുണ്ട്. എന്നാൽ ലാൻഡ് ലോർഡ് എല്ലായ്പ്പോഴും ഒരേ മറുപടിയാണ് പറഞ്ഞത്. ഇതൊരു പഴയ ബിൽഡിംഗ് ആണ്, അതിനാൽ വേസ്റ്റ് വാട്ടർ പതുക്കെ മാത്രമേ പോവുകയുള്ളൂ, ഇതിൽ കൂടുതലൊന്നും ചെയ്യാൻ കഴിയുകയില്ല. പക്ഷെ പരാതികൾ കൂടിക്കൊണ്ടിരുന്നു. അവസാനം ലാൻഡ് ലോർഡിന് ഒരു പ്ലംബിംഗ് കമ്പനിയെ വിളിക്കാതെ വഴിയില്ലാതെയായി. ഫെബ്രുവരി മാസം 8-ാം തീയതി വൈകുന്നേരം ഏകദേശം 6 മണിയോടെ ആ കമ്പനി അവരുടെ ഏറ്റവും അനുഭവ സമ്പന്നനായ മൈക്ക് എന്ന വ്യക്തിയെ, പ്ലംബറെ അവിടേക്ക് അയച്ചു. പോയി നോക്ക്, അവിടെ എന്താണ് പ്രശ്നമെന്ന് നീ നോക്ക് എന്നായിരുന്നു നിർദ്ദേശം. മൈക്ക് തന്റെ വാഹനത്തിൽ അവിടെ എത്തി. അവനെ കണ്ട ഉടൻ തന്നെ അവിടെ താമസക്കാർ ഓടിയെത്തി പരാതികൾ പറയാൻ തുടങ്ങി. എല്ലാം കേട്ട ശേഷം മൈക്ക് ബിൽഡിങ്ങിന്റെ പിന്നിലുണ്ടായിരുന്ന സീവേജ് ഹാളിന്റെ ആ വാതിൽ തുറന്നു. ബ്ലോക്കേജ് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കാനായിരുന്നു ശ്രമം. അവൻ ഫ്ലാഷ് ലൈറ്റ് അകത്തേക്ക് തെളിച്ചപ്പോൾ അവിടെ നിറയെ മുടിയും നാപ്കിന്നുകളും പേപ്പർ കഷ്ണങ്ങളും ഇങ്ങനെ മൂടിക്കിടപ്പുണ്ട്. അതെല്ലാം ഒട്ടിച്ചേർന്ന് പൈപ്പ് പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. കാരണം മനസ്സിലായതോടെ മൈക്ക് വേഗം ഗ്ലൗസ് ധരിച്ചു. അവൻ ആ മാലിന്യങ്ങൾ ഓരോന്നായി പുറത്തെടുക്കാൻ തുടങ്ങി. അവന്റെ കയ്യിൽ ഒരു ചെറിയ ബക്കറ്റ് ഉണ്ടായിരുന്നു. എടുത്ത മാലിന്യങ്ങളെല്ലാം അവൻ അതിലേക്കിട്ടു. ഇങ്ങനെ മേൽഭാഗത്തുണ്ടായിരുന്ന എല്ലാ മാലിന്യങ്ങളും വൃത്തിയാക്കിയ ശേഷം അവൻ പതുക്കെ തന്റെ കൈ ആ പൈപ്പിനുള്ളിലേക്ക് കയറ്റി. അവന്റെ മുഴുവൻ കൈയും അകത്തേക്ക് നീങ്ങി. ആദ്യം എല്ലാം സാധാരണയായിരുന്നു. പക്ഷെ പെട്ടെന്ന് അവന്റെ കൈ ഏതോ ഒരു വിചിത്രമായ വസ്തുവിൽ തട്ടി. അതെന്താണെന്ന് മനസ്സിലാക്കാൻ അവൻ വിരലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി നോക്കി. പക്ഷെ എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് സ്പർശിക്കുമ്പോൾ വളരെ മൃദുവായിരുന്നു. പക്ഷെ അതിനകത്ത് എന്തോ ഒരു കട്ടിയുള്ള വസ്തു, അതാണ് അവൻ ഫീൽ ചെയ്തത്. അതവൻ പുറത്തേക്ക് വലിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഒന്നും ശരിയായി കയ്യിൽ കിട്ടിയില്ല. എന്തായാലും അവന്റെ കയ്യിൽ വന്ന ഒരു വസ്തു അത് വളരെ വിചിത്രമായിരുന്നു. അത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ മൈക്കിന് തോന്നിയത് അതൊരു മാംസം പോലെയാണ്. അതെ, അത് ഏതോ ഒരു മാംസത്തിന്റെ കഷ്ണമാണ്. മൈക്കിന് ആ ഫീൽ ചെയ്ത കട്ടിയുള്ള വസ്തുക്കൾ ആ മാംസത്തിനുള്ളിലെ ചെറിയ അസ്ഥി കഷ്ണങ്ങളായിരുന്നു. ഇതുവരെയും കേൾക്കുമ്പോൾ എല്ലാം സാധാരണമായൊരു ഡ്രെയിനേജ് പ്രശ്നം പോലെ തോന്നാം. പക്ഷേ മൈക്കിനെ ഏറ്റവും കൂടുതൽ അമ്പരപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. അവൻ ജീവിതത്തിൽ 100 കണക്കിന് പൈപ്പുകളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഒരു പൈപ്പിന്റെ ബ്ലോക്കേജിന് കാരണം ഇത്തരത്തിലൊരു മാംസം, അതും താൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു മാംസം. ഇതൊക്കെ അവന്റെ ജീവിതത്തിൽ ആദ്യമായാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന സംഭവം വളരെ മിസ്റ്റീരിയസും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായ കാര്യമാണ്. ചെറിയ കുട്ടികൾ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഇത് കേൾക്കാതിരിക്കുന്നതാണ് നല്ലത്. മൈക്ക് അവിടെ നിൽക്കുകയായിരുന്നു. അവന്റെ മനസ്സിൽ എന്തോ ഒരു തെറ്റായ കാര്യം ഉണ്ടെന്നത് ശക്തമായി തോന്നിക്കൊണ്ടിരുന്നു. അതേസമയം രാത്രി ഏറെ കഴിഞ്ഞു. അവനിപ്പോ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. അതിനാൽ അവൻ തീരുമാനിച്ചു, നാളെ രാവിലെ ഞാൻ എൻ്റെ സൂപ്പർവൈസറെയും കൂട്ടിക്കൊണ്ടുവരാം. അപ്പോൾ മാത്രമേ ഇതെങ്ങനെ ക്ലീൻ ചെയ്യണമെന്നുള്ളത് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ അവൻ ആ ജോലി അവിടെ നിർത്തി തന്റെ ട്രക്കിലേക്ക് നീങ്ങി. അവൻ തിരിച്ചു പോകുന്നത് കണ്ടപ്പോൾ അവിടെ താമസിച്ചിരുന്ന 2 പേർ ഓടി വന്ന് ചോദിച്ചു, എന്താണ് ഈ പോകുന്നത്? ബ്ലോക്കേജ് ഒക്കെ ക്ലിയർ ആയോ? ഇപ്പൊ മൈക്ക് പറഞ്ഞു, ഇല്ല, അകത്ത് വളരെ കട്ടിയുള്ള എന്തോ കുടുങ്ങിക്കിടക്കുകയാണ്. കൂടാതെ ചില മാംസ കഷ്ണങ്ങളും ഉണ്ട്. രാത്രി ഏറെ വൈകിയല്ലോ, ഇനി ഒറ്റയ്ക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോ 2 പേരിൽ ഒരാൾ തമാശയ്ക്ക് പറഞ്ഞു, കാണുമ്പോൾ തോന്നുന്നത് ആരോ എന്തോ ഒരു വലിയ ഭീകരമായ കാര്യം പൈപ്പിൽ തള്ളിയിട്ടതുപോലെ എന്നാണ്. ഇപ്പോ കൂടെ നിന്ന മറ്റൊരാൾ തമാശയ്ക്ക് പറഞ്ഞു, ഇപ്പോ ആളുകളൊക്കെ KFC ചിക്കൻ കഴിച്ചിട്ട് ഡ്രെയിനേജിലേക്കാണ് ഒഴുക്കുന്നതെന്ന് തോന്നുന്നു. ഇതിന് മൈക്ക് ഗൗരവമായി മറുപടി പറഞ്ഞു, ഞാൻ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു, പക്ഷെ ഇത്തരത്തിലൊന്നും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ അവൻ പറഞ്ഞ് തന്റെ ട്രക്കിൽ കയറി അവിടെ നിന്ന് മടങ്ങി. അടുത്ത ദിവസം മൈക്ക് തന്റെ സൂപ്പർവൈസറെയും കൂട്ടിക്കൊണ്ടുവന്നു. അവൻ ഇന്നലെ കണ്ട എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു. ഇരുവരും ചേർന്ന് വീണ്ടും ആ സീവേജിന്റെ ഡോർ തുറന്നു. മൈക്ക് തന്റെ ബോസിന്റെ മുന്നിൽ വെച്ച് ആ പൈപ്പ് പരിശോധിക്കാൻ തുടങ്ങി. പക്ഷെ അവൻ തന്റെ കൈ പൈപ്പിനകത്തേക്ക് കയറ്റിയ ആ നിമിഷം തന്നെ അവന്റെ കാലിനടിയിലെ നിലം നഷ്ടപ്പെട്ടതുപോലെ തോന്നി. അവൻ ഞെട്ടലോടെ തന്റെ ബോസിനെ നോക്കിക്കൊണ്ടിരുന്നു. ഇപ്പൊ ബോസ് ചോദിച്ചു, എന്താ സംഭവിച്ചത്? നീ എന്താ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്നത്? പക്ഷെ മൈക്ക്
ഇപ്പോഴും കൺഫ്യൂഷനിലാണ്. കാരണം ഇന്നലെ അവൻ കണ്ടിരുന്ന മുഴുവൻ ബ്ലോക്കേജും ആ മാംസകഷ്ണങ്ങളും എല്ലാം പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. അതായത് ആരോ പൈപ്പ് നേരത്തെ തന്നെ വൃത്തിയാക്കിയിരിക്കുന്നു. ഇപ്പൊ മൈക്കും സൂപ്പർവൈസറും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. പിന്നീട് മൈക്ക് പറഞ്ഞു, ഇത് സ്വയം ക്ലീൻ ആകാൻ ഒരിക്കലും സാധ്യമല്ല. ഇത്രയും കഠിനമായ ജോലി ആരാണ് ചെയ്തത്? സ്വയം വൃത്തിയാക്കാനാണെങ്കിൽ നമ്മളെ വിളിച്ചത് എന്തുകൊണ്ട്? എന്തായാലും അവർ തീരുമാനിച്ചു, ജോലി തീർക്കുകയാണ് പ്രധാന കാര്യം. അങ്ങനെ അവർ ഓരോ ഫ്ളാറ്റിന്റെയും പൈപ്പുകൾ പരിശോധിക്കാൻ തുടങ്ങി. പിന്നിൽ എവിടെയെങ്കിലും ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനായിരുന്നു ശ്രമം. അവർ ഓരോ വീടിന്റെയും പൈപ്പുകൾ പരിശോധിക്കുമ്പോൾ എല്ലാം പൂർണ്ണമായും ക്ലിയർ ആയിരുന്നു. പക്ഷെ ഒരു പൈപ്പിന്റെ പൈപ്പ് മാത്രം വ്യത്യസ്തമായിരുന്നു. അപ്പാർട്ട്മെന്റ് നമ്പർ 23. മൈക്കിനും അവന്റെ സൂപ്പർവൈസർക്കും ഒട്ടും ധാരണയില്ലായിരുന്നു. അവർ പരിശോധിക്കാൻ പോകുന്ന ആ ഫ്ളാറ്റ് വളരെ ഭീകരമായ ഒരു രഹസ്യം ഒളിപ്പിച്ചിരിക്കുകയാണെന്ന്. അപ്പാർട്ട്മെന്റ് നമ്പർ 23. അത് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കേസുകളിൽ ഒന്നായി മാറാനിരിക്കുകയായിരുന്നു. കാരണം ആ ഫ്ളാറ്റിനകത്ത് ഒളിഞ്ഞിരുന്നത് ഒരു ഭയാനകമായ രഹസ്യമായിരുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ്. അപ്പാർട്ട്മെന്റ് നമ്പർ 23 അതായിരുന്നു ആ മുഴുവൻ സീവേജ് പൈപ്പുകളിലും ഭീകര മാംസകഷ്ണങ്ങൾ എത്തിച്ചുകൊണ്ടിരുന്നത്. അതെ, മൈക്ക് ഒരു രാത്രി മുൻപ് പൈപ്പിനകത്ത് കണ്ട അതേ മാംസകഷ്ണം, അതേ വസ്തു ഇപ്പോൾ ആ വീടിന്റെ പൈപ്പിനകത്ത് അവൻ കണ്ടെത്തി. അതും അതേസമയം കഴിഞ്ഞ രാത്രിയിൽ അതെല്ലാം ദുരൂഹമായി അപ്രത്യക്ഷമായിരുന്നു. ഇപ്പോൾ മൈക്കും അവന്റെ സൂപ്പർവൈസറും പരസ്പരം നോക്കി ഭയപ്പെടാൻ തുടങ്ങി. കാരണം അവിടെ നടക്കുന്നത് ഒരു സാധാരണ സംഭവം പോലെ തോന്നിയില്ല. ഒരു ദിവസം ആരോ പൈപ്പ് രഹസ്യമായി വൃത്തിയാക്കുന്നു, ആരും ഒന്നും അറിഞ്ഞതുമില്ല. പിന്നീട് അതേ മാംസകഷ്ണങ്ങൾ വീണ്ടും മറ്റൊരു പൈപ്പിൽ കണ്ടെത്തപ്പെടുന്നു. ഇതെല്ലാം കണ്ടതോടെ മൈക്കും സൂപ്പർവൈസറും ഭയന്നു. മൈക്ക് ഇപ്പോ ലാൻഡ് ലോർഡിനെ വിളിച്ചു പറഞ്ഞു, സോറി, ഈ പൈപ്പിൽ ഇനി ഞങ്ങൾ കൈവയ്ക്കില്ല. വേണമെങ്കിൽ മറ്റാരെങ്കിലും വിളിക്കൂ. ഞങ്ങൾക്ക് ഇവിടെ നിന്നും പോകണം. ഇതിനുശേഷം ലാൻഡ് ലോർഡ് കേട്ട കാര്യം അയാളെ ഞെട്ടിച്ചു. അപ്പാർട്ട്മെന്റ് നമ്പർ 23യുടെ പൈപ്പിനകത്ത് മാംസവും അസ്ഥികളും കുടുങ്ങിയിരിക്കുന്നു. ഇത് കേട്ട് ലാൻഡ് ലോർഡ് ഉടനെ പോലീസിനെ വിളിച്ചു. പോലീസ് സ്ഥലത്തെത്തി. അവർ ആ മാംസത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു, ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചു. അടുത്ത ദിവസം റിപ്പോർട്ട് പോലീസിന്റെ കയ്യിലെത്തി. അവർ കവർ തുറന്ന് റിപ്പോർട്ട് വായിച്ച നിമിഷം അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയും ശ്വാസം നിശ്ചലമായി. കാരണം റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് പരിശോധനയ്ക്ക് അയച്ച മാംസം സാധാരണ മൃഗമാംസമല്ല, അതൊരു മനുഷ്യന്റെ മാംസമാണ്. അതുമാത്രമല്ല, റിപ്പോർട്ടിൽ മറ്റൊരു ഭീകര സത്യം കൂടി ഉണ്ടായിരുന്നു. അയച്ചിരുന്ന മാംസകഷ്ണം ഒരു മനുഷ്യന്റെ കഴുത്തിന്റെ ഭാഗമായിരുന്നു. ഇതറിഞ്ഞതോടെ പോലീസ് ഒരു നിമിഷം പോലും വൈകിയില്ല. അവർ നേരെ ഈ അപ്പാർട്ട്മെന്റ് നമ്പർ 23ലെത്തി. എന്നിട്ട് വാതിൽ തട്ടി. വാതിൽ പതുക്കെ തുറന്നു. വാതിൽ തുറന്ന നിമിഷം തന്നെ അതിനുള്ളിൽ നിന്നും ഭീകരമായ ദുർഗന്ധം പുറത്തേക്ക് വന്നു. അതത്രയും ശക്തമായിരുന്നു. പോലീസ് ഓഫീസർമാർ പോലും ഒരു നിമിഷം പിന്നോട്ട് നീങ്ങി. അവിടെ നിന്നിരുന്ന 2 ഓഫീസർമാർ ഛർദ്ദിക്കുകയും ചെയ്തു. വാതിൽ തുറന്നത് ഏകദേശം 35-40 വയസ്സ് തോന്നിക്കുന്ന ഒരാളായിരുന്നു. അയാളുടെ പേര് ഡെന്നിസ് നിൽസൺ. പോലീസ് അവനോട് ചോദിച്ചു, നിങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഞങ്ങൾക്കൊന്ന് പരിശോധിക്കണം, 2 മിനിറ്റ്. അതിന് ഡെന്നിസ് ശാന്തമായി മറുപടി നൽകി, എന്തിന്? ഇവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇപ്പൊ പോലീസ് പറഞ്ഞു, നിങ്ങൾ ഡ്രെയിനേജ് പൈപ്പിൽ നിന്നും മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കേട്ട നിമിഷം ഡെന്നിസ് ഒരു നിമിഷം ഞെട്ടി. പിന്നീട് അവൻ ആ വിഷയം തിരിച്ചുവിടാൻ ശ്രമിച്ചു. അത് അസാധ്യമാണ്. നിങ്ങൾ തെറ്റായ ഫ്ലാറ്റിലായിരിക്കും വന്നിരിക്കുന്നത്. അത് മറ്റാരുടെയെങ്കിലും പൈപ്പ് ആയിരിക്കാം. പക്ഷെ ഇപ്പൊ പോലീസ് കടുപ്പത്തോടെ പറഞ്ഞു, മതി, നാടകം വേണ്ട. ബാക്കിയുള്ള മൃതദേഹം നീ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ആ വാക്കുകൾ കേട്ടതോടെ ഡെന്നിസ് പൂർണ്ണമായും നിശബ്ദനായി. അവന്റെ മുഖത്ത് യാതൊരു വികാരം ഉണ്ടായിരുന്നില്ല. അവൻ പതിയെ തന്റെ വിരൽ ബെഡ്റൂമിന് നേരെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു, മൃതശരീരം എന്റെ അലമാരയ്ക്കുള്ളിൽ 2 പ്ലാസ്റ്റിക് ബാഗിൽ കിടക്കുകയാണ്. ഇത് കേട്ടപ്പോൾ പോലീസുകാർ അകത്തേക്ക് കയറാൻ തയ്യാറായി. പക്ഷെ അതിനു മുൻപ് അവർ ഡെന്നിസിനോട് ഒരിക്കൽ കൂടി ചോദിച്ചു, ഇതിനു പുറമെ നിങ്ങളുടെ ഫ്ലാറ്റിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ അറിയേണ്ട മറ്റെന്തെങ്കിലും. ഇത് കേട്ടപ്പോൾ ഡെന്നിസ് വീണ്ടും ഒരു നീണ്ട ശ്വാസം വിട്ടു. പിന്നീട് അവൻ മുകളിലെ മേൽക്കൂരയിലേക്ക് നോക്കി നിന്നു. ഇത് കണ്ട പോലീസ് ഓഫീസർ ചോദിച്ചു, മുകളിൽ എന്താണുള്ളത്? ഇപ്പോൾ ഡെന്നിസ് പതുക്കെ മറുപടി പറഞ്ഞു, മുകളിൽ ഒരു ശ്മശാനം തന്നെ ഉണ്ട്, അവിടെ നിങ്ങൾ പോകരുത്. പോലീസ് അകത്ത് കയറി മുകളിലേക്ക് നോക്കിയ നിമിഷം തന്നെ അവരുടെ രക്തമെല്ലാം തണുത്തുപോയി. മുഴുവൻ മേൽക്കൂരയും രക്തത്തിൽ ചുവന്നിരിക്കുന്നു. പുതുതായി വീണ രക്തത്തുള്ളികൾ ഇപ്പോഴും മേൽക്കൂരയിൽ നിന്നും താഴേക്ക് തുള്ളി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഡെന്നിസ് ചിരിക്കാൻ ആരംഭിച്ചു. അവൻ പറഞ്ഞു, മുകളിൽ ഒരു പക്ഷേ 15 മുതൽ 20 വരെ മൃതദേഹങ്ങൾ ഉണ്ടാകാം. ഇത് കേട്ടപ്പോൾ പോലീസുകാർ അങ്ങനെ വിറച്ചു നിന്നുപോയി. അവർ ഞെട്ടലിൽ നിശ്ചലമായി. പിന്നീട് അവർ ചോദിച്ചു, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ യഥാർത്ഥത്തിൽ ആരാണ്? ഡെന്നിസ് വളരെ ശാന്തമായി പറഞ്ഞു, അതൊരു നീണ്ട കഥയാണ്. ഇതെല്ലാം പറഞ്ഞ് എന്റെ മനസ്സിന്റെ ഭാരം ഒന്ന് ഇറക്കി വെക്കണം. നിങ്ങൾക്കത് കേൾക്കാനുള്ള ധൈര്യമുണ്ടോ? ഇപ്പൊ പോലീസ് മറുപടി പറഞ്ഞു, ശരി, നീ പറയ്.
ഇതിന് ടെന്നിസ് പറഞ്ഞത് ഇവിടെയല്ല, എല്ലാം ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാം. അതിനുശേഷം അവന്റെ 2 കൈകളും കെട്ടി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും അവൻ വിചിത്രമായി ചിരിക്കുകയായിരുന്നു. വല്ലാത്തൊരു സന്തോഷത്തിലായിരുന്നു. അവൻ വീണ്ടും വീണ്ടും പറഞ്ഞു, വേഗം പോകൂ, നിങ്ങൾ കാർ വളരെ പതുക്കെയാണ് ഓടിക്കുന്നത്. എനിക്ക് എന്റെ കഥ പറയണം, എന്റെ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കണം. പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ ടെന്നിസ് കാറിൽ നിന്നും ഇറങ്ങി ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി. അവനെ ഇന്ററോഗേഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു കസേരയിലിരുത്തി പോലീസ് ചോദിച്ചു, ഇപ്പൊ പറയൂ, നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ടെന്നിസ് ഇംഗ്ലണ്ടിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ കഥകളിൽ ഒന്ന് പറയാൻ തുടങ്ങി. അവൻ പറയാൻ തുടങ്ങുന്നത് കേൾക്കാൻ അവിടെ ഉണ്ടായിരുന്ന ആരും തയ്യാറായിരുന്നില്ല. അവൻ ഓരോ കാര്യവും പറയുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ ശരീരത്തിലും വിറയൽ പടർന്നു. ഇടയ്ക്കിടെ അവൻ പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ആ ചിരി മാത്രം മതി ആളുകളെ ഭയപ്പെടുത്താൻ. അവിടെ കസേരയിലിരിക്കുന്നത് ഒരു മനുഷ്യനല്ല, ഒരു പിശാച് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു അവന്റെ ചിരി. ഈ കഥയുടെ തുടക്കം 1978 ടെന്നിസ് പിടിക്കപ്പെടുന്നതിന് 5 വർഷം മുൻപ്. അന്ന് അവന്റെ പ്രായം ഏകദേശം 33 വയസ്സായിരുന്നു. ഒരു രാത്രി അവൻ ക്ലബിലിരുന്ന് ശാന്തമായി മദ്യം കഴിക്കുകയായിരുന്നു. അപ്പോഴാണ് വാതിൽ തുറന്ന് ഒരു കൗമാരക്കാരൻ അകത്തേക്ക് നടന്നു വന്നത്. അവൻ വോഡ്ക വാങ്ങാനായിരുന്നു വന്നത്. പക്ഷെ ബാർ ജീവനക്കാരൻ അവന് മദ്യം നൽകാൻ വിസമ്മതിച്ചു. കാരണം ആ കുട്ടിക്ക് ഇപ്പോഴും 18 വയസ്സ് തികഞ്ഞിട്ടില്ല. അവൻ വെറും ഒരു കുട്ടിയായിരുന്നു. അവന്റെ പേര് സ്റ്റീഫൻ ഹോട്ട്സ്. ഇതെല്ലാം നോക്കിയിരുന്ന ടെന്നിസ് അവനെ പിന്നിൽ നിന്നും വിളിച്ചു. അവൻ നേരെ ടെന്നിസിന്റെ അടുത്തേക്ക് നടന്നു വന്നു. പിന്നെ ടെന്നിസ് അവനെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഡ്രിങ്ക്സ് വേണോ? നിനക്ക് വേണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വരാം, അവിടെ നമുക്കിരുന്ന് കുടിക്കാം. 14 വയസ്സുകാരനായ സ്റ്റീഫൻ ഉടൻ സമ്മതിച്ചു. അങ്ങനെ ഇരുവരും ടെന്നിസിന്റെ വീട്ടിലേക്ക് പോയി. അവർ അവിടെ ആദ്യം മദ്യം കഴിച്ചു, കുറച്ചു നേരം സംസാരിച്ചു. സമയം ചിലവഴിച്ച് രാത്രിയായപ്പോൾ ഇരുവരും ഒരേ കിടക്കയിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ ടെന്നിസ് ഉണർന്നപ്പോൾ സ്റ്റീഫൻ അപ്പോഴും ഉറങ്ങുകയാണ്. പക്ഷേ അപ്പോൾ ടെന്നിസിന്റെ മനസ്സിൽ ഒരു ഭീകരമായ ചിന്ത വന്നു. സ്റ്റീഫൻ എഴുന്നേറ്റാൽ അവൻ എന്നെ വിട്ടു പോകും. അവൻ പിന്നെ ഒരിക്കലും എന്റെ കൂടെ ഉണ്ടാവില്ല. ആ ചിന്ത അവനെ അകത്തു നിന്നും തിന്നു തുടങ്ങി. അവന് സ്റ്റീഫനെ നഷ്ടപ്പെടാൻ ഇഷ്ടമല്ലായിരുന്നു. കാരണം അവൻ സ്റ്റീഫനെ എന്നും തന്റെ കൂടെ നിർത്താൻ ആഗ്രഹിച്ചു. അപ്പോഴാണ് അവന്റെ കണ്ണ് നിലത്ത് കിടന്നിരുന്ന സ്റ്റീഫന്റെ നെക്ക് ടൈയിൽ പതിച്ചത്. ടെന്നിസ് ആ ടൈ എടുത്തു. അവൻ ശാന്തമായി അതിലൊരു കുരുക്കുണ്ടാക്കി. പിന്നീട് സ്റ്റീഫന്റെ നെഞ്ചിന്മേൽ കയറിയിരുന്നു. ആ ടൈയുടെ കുരുക്ക് അവന്റെ കഴുത്തിലിട്ട് ശക്തിയായി വലിക്കാൻ തുടങ്ങി. പിന്നീട് പോലീസിനോട് ടെന്നിസ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ ടൈ വലിക്കാൻ തുടങ്ങിയത് മുതൽ സ്റ്റീഫൻ ഉണർന്നു. ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലായില്ല. അവൻ ആ കുരുക്ക് കഴുത്തിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചു. അവൻ കൈകൊണ്ടും കാലുകൊണ്ടും പൊരുതി. പക്ഷേ അവൻ വെറും ഒരു 14 വയസ്സുകാരനായിരുന്നു. അവൻ എത്ര നേരം പ്രതിരോധിക്കാനാകും? അവസാനം സ്റ്റീഫന്റെ ശരീരം പതുക്കെ നിശ്ചലമായി. അവന്റെ കൈകളും കാലുകളും ചലനം നിർത്തി. ഞാൻ ടൈ മാറ്റിയപ്പോൾ അവൻ വളരെ ശാന്തമായി കിടക്കുകയായിരുന്നു. പക്ഷേ ഞാനൊന്ന് മാറിയപ്പോൾ എനിക്ക് മനസ്സിലായി, സ്റ്റീഫൻ ഇപ്പോഴും ജീവനുണ്ട്, മരിച്ചിട്ടില്ല. അവന് ബോധം നഷ്ടപ്പെട്ടതാണ്. അതിനുശേഷം ടെന്നിസ് ഒരു ബക്കറ്റിൽ വെള്ളം നിറച്ചു. പിന്നീട് സ്റ്റീഫന്റെ തല ആ വെള്ളത്തിനുള്ളിൽ ബലമായി മുക്കി. സ്റ്റീഫന്റെ തല അത്രയും ശക്തമായി പിടിച്ചിരുന്നത് കൊണ്ട് ആ കുട്ടിക്ക് എത്ര ശ്രമിച്ചാലും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. സ്റ്റീഫൻ അപ്പൊ തന്നെ ബോധം തിരികെ വന്നു. പക്ഷെ അവൻ വീണ്ടും പൊരുതാൻ പോലും ശ്രമിച്ചില്ല. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളത്തിനുള്ളിലെ ബബിൾസ് എല്ലാം അവസാനിച്ചു. അതിന്റെ അർത്ഥം വ്യക്തമായിരുന്നു. 14 വയസ്സുകാരനായ സ്റ്റീഫൻ ഹോംസ് ആ ക്രൂരന്റെ കൈയാൽ കൊല്ലപ്പെട്ടു. പക്ഷെ ടെന്നിസിന്റെ മനസ്സ് അപ്പോഴും നിറഞ്ഞില്ല. അവൻ സ്റ്റീഫന്റെ ശരീരം എടുത്ത് മുന്നിലുണ്ടായിരുന്ന ഒരു കസേരയിൽ ഇരുത്തി. പിന്നീട് അടുക്കളയിലേക്ക് പോയി ശാന്തമായി കാപ്പി തയ്യാറാക്കി. കാപ്പി കുടിക്കുമ്പോൾ മുഴുവൻ സമയവും അവൻ സ്റ്റീഫന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. അതിലും ഭീകരമായ കാര്യം, ടെന്നിസ് ആ കുഞ്ഞിന്റെ വായിൽ ഒരു സിഗരറ്റ് വെച്ച് കത്തിച്ചു. പിന്നീട് അവന്റെ മുന്നിലിരുന്ന് അവനും സിഗരറ്റ് വലിച്ചു. ഇത് കേട്ടപ്പോൾ ഇന്ററോഗേഷൻ റൂമിൽ ഉണ്ടായിരുന്ന പോലീസുകാർ പോലും നടുങ്ങിപ്പോയി. ഇപ്പൊ ടെന്നിസ് പറഞ്ഞു, അത് വളരെ വിചിത്രമായൊരു അനുഭവമായിരുന്നു. അവൻ മരിച്ചിരുന്നിട്ടും ഏത് നിമിഷം പോലും എഴുന്നേറ്റ് നിൽക്കുന്നവനെ പോലെ എനിക്ക് തോന്നി. ഞാൻ അവനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ തുറന്നിരുന്നു. അവൻ എന്നെ നോക്കിക്കൊണ്ടിരുന്നു, എന്റെ വാക്കുകൾ കേൾക്കുന്ന പോലെ. സ്റ്റീഫനെ കൊന്നതിന് ശേഷം ടെന്നിസിന് ഒരു കാര്യം മനസ്സിലായി, ഇനി എന്റെ ജീവിതം പഴയതുപോലെ ആകില്ല. അവന്റെ ഉള്ളിൽ എന്തോ മാറി. ഒരു പുതിയ ഭീകരമായ ജീവിതത്തിന്റെ തുടക്കം. അതിനുശേഷം ടെന്നിസ് ആദ്യം ചെയ്തത് എന്തെന്നറിയാമോ? അവൻ സ്റ്റീഫന്റെ മൃതദേഹം കുളിപ്പിച്ചു. ബാത്റൂമിലേക്ക് കൊണ്ടുപോയി വൃത്തിയായി കഴുകി. പിന്നീട് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അതിനുശേഷം മൃതദേഹം കിടക്കയിൽ കിടത്തി. ടെന്നിസും അതേ കിടക്കയിൽ തന്നെ അവന്റെ കൂടെ കിടന്നു. ആ നിമിഷം എനിക്ക് ലഭിച്ച സന്തോഷം വാക്കുകളാൽ വിവരിക്കാൻ കഴിയില്ലായിരുന്നു. കാരണം ഇപ്പോൾ സ്റ്റീഫൻ അവനെ വിട്ട് എവിടെയും പോകില്ല. അവൻ എത്ര വേണമെങ്കിലും അവനെ തന്റെ അടുത്ത് വയ്ക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ മണിക്കൂറുകളോളം അവൻ ആ മൃതദേഹത്തോട് സംസാരിച്ച ശേഷം
ടെന്നിസിന് മനസ്സിലായി ഇതെങ്ങനെയെങ്കിലും ഒളിപ്പിക്കണം, ഇല്ലെങ്കിൽ ഞാൻ പിടിക്കപ്പെടും. അതിനാൽ അവൻ ഒരു കടയിൽ ചെന്ന് ഒരു കട്ടർ മെഷീൻ വാങ്ങി. പക്ഷെ വീട്ടിലെത്തി മൃതദേഹം ചെറിയ കഷ്ണങ്ങളാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അവൻ ഉറക്കം വന്നു. അവൻ എല്ലാം അവിടെ വെച്ച് നിർത്തിയിട്ട് ഒന്ന് ഉറങ്ങാൻ കിടന്നു. അങ്ങനെ ശാന്തമായി കിടന്നുറങ്ങി, ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ. എഴുന്നേറ്റ ശേഷം പോലും അവൻ സ്റ്റീഫന്റെ മൃതദേഹം സോഫയിലിരുത്തി. പിന്നീട് സാധാരണ പോലെ വീട്ടുപണികളൊക്കെ ചെയ്തു. ഡിന്നർ ഒരുക്കാൻ തുടങ്ങി. ടെന്നിസ് മരിച്ചു കിടക്കുന്ന സ്റ്റീഫന്റെ ശരീരത്തോടൊപ്പം ഇരുന്ന് TV കാണുകയും ഡിന്നർ കഴിക്കുകയും ചെയ്തു. പക്ഷെ കുറച്ചു സമയത്തിന് ശേഷം അവനൊരു കാര്യം മനസ്സിലായി. ഇനിയ മൃതദേഹം ഇങ്ങനെ വെക്കാൻ പാടില്ല, ഒളിപ്പിക്കണം. അപ്പോഴാണ് വീട്ടിലെ ഒരു വുഡൻ ഫ്ലോർ ടൈൽ അല്പം ലൂസ് ആയിരിക്കുന്ന കാര്യം അവൻ ശ്രദ്ധിച്ചത്. അവനത് എടുത്തു നോക്കിയപ്പോൾ താഴെ നല്ല സ്പേസ് ഉണ്ട്. അങ്ങനെ അവൻ സ്റ്റീഫന്റെ ശരീരം അവിടെ ഒളിപ്പിച്ചു. പിന്നീട് ടൈലുകൾ പഴയതുപോലെ തന്നെ തിരിച്ചു വെച്ചു. അതിനുശേഷം ടെന്നിസ് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ തന്റെ സാധാരണ ജീവിതം തുടരുകയായിരുന്നു. പക്ഷെ കുറച്ചാഴ്ചകൾ കഴിഞ്ഞപ്പോൾ അവന് വീണ്ടും സ്റ്റീഫനെ കാണണമെന്ന് തോന്നി. അവൻ വീണ്ടും ആ ടൈലുകൾ തുറന്ന് മൃതദേഹം പുറത്തെടുത്തു. ആ സമയം മുതൽ ടെന്നിസിന്റെ മനസ്സിൽ പൂർണ്ണമായും ഇരുണ്ട ചിന്തകളാൽ മങ്ങി തുടങ്ങി. അവൻ സാധാരണ മനുഷ്യനെ പോലെ പെരുമാറിയില്ല. ഇങ്ങനെ മാസങ്ങൾ കടന്നുപോയി. അവസാനം ടെന്നിസ് ആ ശരീരം നശിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുശേഷം നടന്നത് അതിലും ഭീകരമായിരുന്നു. ഒരു കൊലപാതകത്തിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് മനസ്സിലായതോടെ അവന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു. അതിനുശേഷം അവൻ വീണ്ടും കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ തുടങ്ങി. ഒന്ന് പിന്നെ മറ്റൊന്ന്. അങ്ങനെ അവന്റെ വീട് പതിയെ ഒരു ഭീകര രഹസ്യസ്ഥലമായി മാറി. ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? ഓരോ പുതിയ ഇരയോടും അവൻ പഴയ കുറ്റകൃത്യങ്ങളുടെ കഥ പറഞ്ഞിരുന്നു. അതെ, അവന്റെ മനസ്സ് പൂർണ്ണമായും അസ്വാഭാവികമായ ഒരു അവസ്ഥയിലേക്ക് മാറിയിരുന്നു. വർഷങ്ങളോളം അവൻ തന്റെ കുറ്റങ്ങൾ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ 1983 സ്ഥിതികളെല്ലാം നിയന്ത്രണാതീതമായി. അപ്പാർട്ട്മെന്റിൽ നിന്നും അസഹനീയമായ ദുർഗന്ധം പുറത്തു വരാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ തെളിവുകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. അതായിരുന്നു ഒടുവിൽ അവനെ പോലീസിന്റെ മുന്നിൽ എത്തിച്ചത്. ഈ കേസ് പിന്നീട് ഇംഗ്ലണ്ടിലെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ സീരിയൽ കില്ലർ കേസുകളിൽ ഒന്നായി മാറി. അതിനുശേഷം ടെന്നിസ് ഈ മൃതദേഹങ്ങളുടെ എല്ലാം ശരീരഭാഗങ്ങൾ ഡ്രെയിനേജ് പൈപ്പുകളിലൂടെ ഒഴുക്കാൻ തുടങ്ങി. ചിലത് ടോയ്ലറ്റിലൂടെ ഫ്ലഷ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇങ്ങനെ തുടർച്ചയായി ചെയ്തതോടെ ഒടുവിൽ പൈപ്പ് ബ്ലോക്കായി. അതിനാലാണ് മൈക്ക് എന്ന പ്ലംബർ വന്നത്. ബ്ലാക്ക് സീവേജ് പരിശോധിക്കുമ്പോൾ അവന് മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ പോലുള്ള ചെറിയ കഷ്ണങ്ങൾ കണ്ടെത്തി. അടുത്ത ദിവസം മൈക്ക് തന്റെ സൂപ്പർവൈസറുമായി വന്ന് പരിശോധിച്ചപ്പോൾ ഒന്നും കിട്ടാത്തതിന്റെ കാരണവും മനസ്സിലായി. കാരണം ഈ മൈക്കും താമസക്കാരനും തമ്മിലുള്ള സംഭാഷണം ടെന്നിസ് കേട്ടിരുന്നു. അതിനാൽ മൈക്ക് പോയതിനു ശേഷം ആ രാത്രി തന്നെ ടെന്നിസ് ആ പൈപ്പ് വൃത്തിയാക്കി. മറ്റൊരു കാര്യം അറിയണ്ടേ? ആളുകൾ KFC ചിക്കനൊക്കെ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഒഴുക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തി, ഇത് തമാശയായി പറഞ്ഞ വ്യക്തി ടെന്നിസ് തന്നെയായിരുന്നു. അവൻ പൈപ്പ് വൃത്തിയാക്കിയെങ്കിലും സ്വന്തം ഫ്ലാറ്റിലെ പൈപ്പിനകത്ത് അപ്പോഴും മനുഷ്യ ശരീരത്തിന്റെ ഭാഗങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന കാര്യം അവൻ അറിയില്ലായിരുന്നു. അവന്റെ ഒരൊറ്റ പിഴവായിരുന്നു ഒടുവിൽ അവനെ പോലീസിന്റെ കയ്യിൽ എത്തിച്ചത്. അതിനുശേഷം ടെന്നിസിനെ കോടതിയിൽ ഹാജരാക്കി. അവിടെ ഉണ്ടായിരുന്ന ജഡ്ജി പോലും ഈ ഒരു കേസ് കേട്ട് ഞെട്ടിപ്പോയി എന്നാണ് പറയുന്നത്. അവന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. പക്ഷെ അപ്പോഴും ടെന്നിസിന് താൻ ചെയ്ത കാര്യങ്ങളിൽ ഒരു പശ്ചാത്താപവും ഉണ്ടായിരുന്നില്ല. അവൻ തുറന്നു പറഞ്ഞു, ഞാൻ ജയിലിൽ കഴിയാൻ അർഹനാണ്. ടെന്നിസ് നിൽസൺ പിന്നീട് 34 വർഷം ജയിലിൽ കഴിയുകയായിരുന്നു. 2018 72-ാം വയസ്സിൽ അവൻ ജയിലിനകത്ത് വെച്ച് തന്നെ മരിച്ചു. ഇന്നും നമ്മുടെ ചുറ്റുപാടും എത്രയൊക്കെ സീരിയൽ കില്ലേഴ്സ്, സൈക്കോ കില്ലേഴ്സ് ചുറ്റിത്തിരിയുന്നുണ്ടെന്ന് നമുക്ക് പോലും അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടികളെ ശ്രദ്ധിക്കുക, സുരക്ഷയോടെ സൂക്ഷിക്കുക. കാരണം അപകടകാരികൾ ആരായിരിക്കുമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതൊരു പക്ഷേ സുഹൃത്തായിരിക്കാം, ബന്ധുവായിരിക്കാം, അയൽവാസിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആയിരിക്കാം. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ച് വരാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പോകുന്നതിന് മുൻപായി ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ചെറിയ ലൈക്ക് എനിക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.